എടേ നിങ്ങൾക്കൊരു മൈലാഞ്ചി കാര്യം കേൾക്കണോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ കല്യാണത്തിൻ്റെയൊക്കെ തലേന്ന് ആളിൻ്റെയും തിരക്കിൻ്റെയും ബഹളത്തിൻ്റെ ഇടയിലൊക്കെ കല്യാണ പെണ്ണിരുന്നിട്ട് മൈലാഞ്ചി ഇടുന്നത്? പക്ഷെ ചെക്കന്മാരാരും ഇങ്ങനെ ഇടുന്ന കാണത്തില്ല. ഇതിൻ്റെ കാര്യം എന്തായിരിക്കും? ഇതിൻ്റെ കാര്യം കണ്ടുപിടിച്ചാൽ ഞാൻ അന്തം വിട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലേ. ചുറ്റിലും എന്തൊക്കെ അലങ്കോലങ്ങളും ബഹളങ്ങളും നടന്നാലും സംയമനം പാലിച്ച് മാത്രം പ്രവർത്തിക്കാനായിട്ട് പെൺകുട്ടിയെ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. എന്താ അല്ലേ? മിക്കവാറും ഒരു ഫുൾ ഡേ തന്നെ നമ്മൾ ഇതിനു വേണ്ടി ചിലവഴിക്കാറുണ്ട്. നമ്മുടെ ക്ഷമ അളക്കുന്ന ഒരു പരിപാടിയായത്. ഈ ക്ഷമ പഠിപ്പിക്കലും എനിക്ക് പുതിയൊരു അറിവായിപ്പോയി ഈശ്വര. അപ്പൊ മൈലാഞ്ചി ഇടാത്ത കല്യാണ ചെറുക്കന് ക്ഷമ പഠിക്കാൻ വേറെ വല്ല മാർഗങ്ങളും കാണുവോടെ? കളിച്ചും ചിരിച്ചുമൊക്കെ ഇടുന്ന മൈലാഞ്ചിയും അതിന്റെ തണുപ്പും കല്യാണപ്പെണ്ണിന് നല്ല റിലാക്സേഷനാണ് കേട്ടോ. അത് കാര്യമായി. മൈലാഞ്ചി ഡെയിലി ഇടേണ്ടി വരും. മൈലാഞ്ചി കല്യാണം ആകുമ്പോൾ വീട്ടുകാരും ബന്ധുക്കളും ഒക്കെ ആ വീട്ടിലും പരിസരത്തും ഒക്കെ ആയിട്ട് കാണുമല്ലോ. അപ്പോൾ അവരോടൊത്ത് മാക്സിമം ഹാപ്പി ആയിട്ടിരിക്കും. അടുത്ത ദിവസം പോലുള്ള കാര്യങ്ങളിൽ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഒത്താൽ ഒത്ത്. ഇപ്പം ചെറുക്കൻ മൈലാഞ്ചി ഇടാത്ത എന്താണെന്ന് മനസ്സിലായി.